അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലെ ഇടവകയിലെ നവീകരണത്തിനായിട്ട് കാരിസം ട്രെയിനിങ് ഉണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് മൈ കാരിസം, എൻ്റെ കാരിസം. അത് ആത്മാവിൽ കണ്ടെത്തുന്നതാണ്. ലീഡർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ നന്മയും എൻ്റെ കഴിവും ദൈവം ഇട്ടിരിക്കുന്ന കൃപയും തിരിച്ചറിയുക. നമ്മുടെ ഈ ആഴ്ചയിലെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ നടത്തുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ ഒരു സെഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ബ്രദർ തോമസ് പോളാണ്. കണ്ടു കാണും അല്ലേ? ചിലതിനെ കാണാൻ ആഗ്രഹിച്ച് കാണാം. ദൈവം ആത്മാവിൽ നിറഞ്ഞ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ വചനം ലോകമെങ്ങും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചുള്ളനായ, ഇപ്പോഴും സുന്ദരനായ, സുമുഖനായ തോമസ് പോൾ. ഒരു കയ്യിൽ കൊടുക്കാം നമുക്ക്. കരിസ്മാറ്റിക് നവീകരണത്തിൽ എമ്മാവൂസിലെ തോമസ് പോളിൻ്റെ ബ്രദറിൻ്റെ പ്രോഗ്രാം വെച്ചാൽ ആള് ഇടിയാണ്. പലപ്പോഴും ഈ ഞങ്ങളുടെ ചാപ്പലിൽ, ചെറിയ ചാപ്പലിലെ കുർബാന കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന തോമസ് പോൾ ബ്രദറിനെ കണ്ടിട്ടുണ്ട്. വളരെ ശാന്തമായിട്ടിരുന്ന് ദൈവം പ്രാർത്ഥനയുടെ വലിയ ഗുരുതലത്തിലേക്ക് വളർത്തുവന്നുവെന്ന് പങ്കുവയ്ക്കിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അമ്മത്രീസ് പറയുന്നത് പോലെ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദി ട്രിനിറ്റി വിത്തിൻ, അത് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഒരുങ്ങുന്നു, സ്വയം ദൈവത്തിന് കൂടെ ആകാൻ വേണ്ടി ഒത്തിരി പരിശ്രമിക്കുന്നത്. വിഷയം ഇതാണെന്ന് തുടക്കമെന്ന നിലയ്ക്ക് പരിശുദ്ധാത്മാവ്, പ്രേക്ഷിതത്വത്തിൻ്റെ ആത്മാവ്, ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബ്രദർ തോമസ് പോളിനെ ഒത്തിരി സ്നേഹത്തോടെ POCയിലേക്ക് ഈ കുടുംബത്തിൻ്റെ പേരിൽ, ഈ കൂട്ടായ്മയുടെ പേരിൽ, ഒരു വിറ്റ്നസ്സസ് ഓഫ് മേഴ്സി, ഇവരുടെ ട്രേഡ് മാർക്ക് ഇതാണ്, കാരുണ്യത്തിൻ്റെ വിറ്റ്നസ് ആകാൻ വേണ്ടിയുള്ള ഇവരുടെ പേരിൽ ഒത്തിരി സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് കരഘോഷം മുഴക്കാം. സ്വാഗതം. വളരെ സന്തോഷം. അച്ഛന് നന്ദി. പ്രത്യേകിച്ച് ഈ നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവേ, പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ ഊർജമായ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവാണ് സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ തന്നെ ആത്മാവ്. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ കൃപകളെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവ ഞങ്ങളിൽ തുറക്കണമേ. ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിൽ കത്തിപ്പടരണമേ. പ്രേക്ഷിത ചൈതന്യം എന്നിൽ ജ്വലിപ്പിക്കണമേ. എന്നിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ, വരദാനങ്ങളെ കണ്ടെത്താൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. എൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. ദൈവിക ജ്ഞാനം നൽകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവിയായി എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പാട്ട് ചേർത്ത് പാടാം. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ കൈയടിച്ചു പാടാം. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സ്വതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സ്വതനായി മാറി. പിതാവെന്നോട് കൂടെ, പുത്രനെന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോട് കൂടെ, പുത്രനെന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. ആബപിതാവെന്ന് ഞാൻ വിളിച്ചു. ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. ആബപിതാവെന്ന് ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. നമുക്കിരിക്കാം. താങ്ക് യു.
സ്നേഹമുള്ളവരെയും, ഇത് ഈ മനോഹരമായ സായാഹ്നത്തിൽ സഭയുടെ പവർ സെൻ്ററായ KCPC POCയുടെ ഈ അങ്കണത്തിൽ സഭയുടെ സുവിശേഷ ദൗത്യത്തിനും സുവിശേഷ വേലയ്ക്കും പ്രേക്ഷിതരായിട്ടും റിസോഴ്സ് പേഴ്സൺസായിട്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരും, ഒരുങ്ങാനൊന്നുമില്ല, എല്ലാവരും ഭയങ്കര സുവിശേഷ പ്രഘോഷകരൊക്കെ തന്നെ. ആലീസ് ചേച്ചി, ജോസഫ് ഏട്ടൻ, ഇനി ബാക്കിയുള്ളവരെല്ലാവരും ഒരുപാട് പേരെ കണ്ടു പരിചയമുള്ള. അപ്പം നിങ്ങൾ ഓൾറെഡി പ്രേക്ഷിതരാണ്, സുവിശേഷ വേലയിൽ ഒരുപാട് നാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി എന്താ പഠിക്കാനുള്ളത്? ഒരുപക്ഷെ കർത്താവ് ഇങ്ങനെ പറയായിരിക്കും, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയാണ്, നീ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. ഈ വലിയ കാര്യം ഏൽപ്പിക്കണോ? റെഡിയാണോ? റെഡിയാണ്? എന്താ ആലിച്ചൊന്നും മിണ്ടാത്ത? ഇനി എന്ത് വലിയ കാര്യം ചെയ്യാനല്ലേ, ഞാൻ ഈ വയസ്സൊക്കെ ആയിരിക്കണേ. അതാണ്, ഇനിയാണ് വലിയ കാര്യം. ഈശോ എപ്പോഴും പറയണത് വലിയ കാര്യം. ഓക്കെ, അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇത് 5 ദിവസം മുഴുവനും എടുക്കേണ്ട സബ്ജക്റ്റാണ്. എന്നോട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് പറയാൻ പറയണത്. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആഴമായിട്ട് ഇതിലേക്ക് സുവിശേഷ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് പ്രേക്ഷിതത്വത്തിൻ്റെ തന്നെ ആത്മാവ്. ഞാനിതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പറയാനുള്ളതൊക്കെ എഴുതി തരണം. അത് നമുക്കറിയാത്തൊരു കാര്യമാണ്, എന്നാലും എഴുതി അയച്ചിട്ടുണ്ടോ? അത് കിട്ടി, നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് തരുമായിരിക്കും മിക്കവാറും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വീക്ഷണം, ഒരു സിനോപ്സിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആശയപരമായിട്ട് ഈശോ തന്നെയാണ്, ഈശോയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈശോ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചത്. നമ്മളുടെ മോഡൽ ഈശോയാണ്. ഇത് പറയുമ്പോൾ ഒരുപാട് കാറ്റഗിസം ടീച്ചിങ്ങുകളും സഭയുടെ പ്രബോധനങ്ങളും ഒക്കെ എൻ്റെ അകത്ത് ഇങ്ങനെ മിന്നി വരുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ ഈശോ തന്നെ പരിശുദ്ധാത്മാവിൽ ജനിച്ച, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മനുഷ്യനായി അവതരിച്ച, ത്രിത്വത്തിലെ 2ാമത്തെ ആൾ മനുഷ്യനായി അവതരിച്ചത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. എന്നിട്ട് 30 വർഷം യേശു വലിയ പ്രേക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ അതിനുള്ള ഒരുക്കമായിരുന്നിരിക്കാം. പക്ഷേ അതിനുശേഷം സമയം സമാഗതമായപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച്, ഇവിടെ ധനഹ കാലഘട്ടത്തിലാണ് നമ്മൾ. മുന്നേ ആ പ്രാർത്ഥന കുർബാന പുസ്തകം എടുത്തിടണം, നമ്മുടെ സുറിയാനി കുർബാന പുസ്തകം, കുർബാനയുടെ പുസ്തകം. ധനഹ കാലഘട്ടത്തിലെ പ്രാർത്ഥനകളെല്ലാം അവിടെ ഉണ്ട്. അച്ഛനോട് ചാപ്പലിട്ട് അതിനകത്തൊരു പ്രാർത്ഥന എൻ്റെ അടുത്ത് ഇപ്പോൾ വരികയാണ്, ശക്തമായൊരു പ്രാർത്ഥന. അപ്പോൾ ഈ ധനഹ എന്ന് പറയുന്നത് ഒരു കാലമല്ല, അത് എന്നും നടക്കുന്ന ഒരവസ്ഥയാണ്, എന്നുമുള്ളൊരവസ്ഥയാണ്. അതിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ വന്നു. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായവും ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം കേട്ടോ. ഈശോ സുവിശേഷം വരെ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഈശോ പ്രേക്ഷിത ദൗത്യം ഈശോ തന്നെ ആരംഭിച്ചത് എങ്ങനെയാണ്, അതിനുശേഷം ഈശോ പ്രേക്ഷിത ദൗത്യം നമ്മളോട് ചെയ്യാൻ പറയുന്നതും എങ്ങനെയാണെന്നുള്ളതാണ് ഈ 2 എൻഡ്, ലൂക്ക് 4 ആൻഡ് ലൂക്ക് 24. അപ്പോൾ ലൂക്ക് 4-ൽ ആരംഭിക്കുന്നത് തന്നെ യേശു, എല്ലാവരും നേറ്റ് പറഞ്ഞ്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതിനുശേഷം നമുക്കറിയാം മരുഭൂമിയിലെ പരീക്ഷ.
ആ ഒരു ടെംപ്റ്റേഷനായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അവിടെ യേശു എന്ത് ചെയ്തു? യേശു ആദ്യമായി ചെയ്തത്, താൻ വന്നിരിക്കുന്നത് പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാനാണ്. ആരാണ് യേശുവിനെ? പിശാചിൻ്റെ അടുത്തേക്ക് യേശു പോയോ? പിശാച് യേശുവിൻ്റെ അടുത്തേക്ക് വന്നോ? എന്താ സംഭവിച്ചത്? ആരെങ്കിലും അത് പറയാമോ? പിശാച് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിൽ? ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എന്താ ആത്മാവും യേശുവും തമ്മിൽ വല്ല തല്ലുപിടുത്തുണ്ടായ? യേശു വന്ന വഴി തന്നെ പിശാചിൻ്റെ അടുത്തേക്ക് വിട്ടതെന്തിനാ? മത്തായി 4:4 കൃത്യമാണത്. മത്തായി 4:1 പറയണ എന്താ? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ്, പ്രേക്ഷിത ചൈതന്യം, പ്രേക്ഷിതത്തിൻ്റെ ആത്മാവ് ആദ്യം ചെയ്ത് എന്താ? യേശുവിനെ പിശാചിൻ്റെ അടുത്തേക്ക് വിട്ടു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പിശാച് ഏതാണ്ട് ദൈവത്തെക്കാൾ വലിയൊരു ശക്തിയാണെന്നാണ്. അപ്പോൾ ഇതാണ് ആ പരിശുദ്ധാത്മാവ് ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത്. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ആരാണ് പിശാച്? ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. കാറ്റഗിസം പുസ്തകത്തിൽ 395 ഖണ്ഡിക, 395 ഖണ്ഡിക, പിശാച് വെറും ഒരു സൃഷ്ടി മാത്രമാണ്. അപ്പം ഇതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. പരിശുദ്ധാത്മാവ് യേശുവിനെ പിശാചിൻ്റെ അടുത്തേക്ക് അയച്ചത് എന്തിനാണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ പ്രപഞ്ചത്തെ കാണിച്ചു കൊടുക്കുന്നതിനും സുവിശേഷ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ആദ്യം തന്നെ ഈശോ ചെയ്ത കാര്യം ഇതാണ്. പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. എന്ന് പറഞ്ഞ എല്ലാവരും, ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ഇനി വിശദമായിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. 395 കടലാസൊന്നുമില്ല എഴുതിയെടുക്കാനായിട്ട്. നോട്ടൊക്കെ എടുത്തിരുത്. എൻ്റെ ദൈവമേ, നിങ്ങൾ ചുമ്മാ ഇത് തമാശ കേൾക്കാൻ വേണ്ടി വന്നതാണോ? തോമസ് പോളിൻ്റെ നാടകമാണോ ഇവിടെ? ഒരു പുസ്തകം കൊടുത്തേ. ബൈബിളും ഇല്ല കയ്യിൽ. ഇതൊക്കെ ഇല്ലാത്ത കുട്ടികളെ ക്ലാസ്സിന് പുറത്താക്കുമെന്ന് അറിയാമോ? ഇതൊക്കെ നോട്ട് എഴുതി എടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ അച്ഛൻ എഴുതി തരുമായിരിക്കും. എങ്കിലും നിങ്ങൾ നോട്ട് എഴുതാണ്ട് ഇരിക്കണം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രയാസമാണ്. നമ്മൾ ധ്യാനവും കേൾക്കാൻ വരുന്ന ആൾക്കാർ നോട്ടും ബൈബിളും ഒക്കെ ആയിട്ട് കേട്ട് എഴുതുമ്പോഴല്ലേ ഈ പറയുന്ന ആൾക്ക് ഒരു ആവേശം ഉണ്ടാവുള്ളൂ. ക്ഷമിക്കണം കേട്ടോ. അദ്ദേഹം വന്നോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വളർന്നവരാണ് എങ്കിലും നമ്മളിലുള്ള ആശയത്തിലുണ്ടാകേണ്ട ഒരു പ്രധാന വളർച്ച ഇതാണ്. പിശാച് ആരാണ്? ദൈവം ആരാണ്? പിശാചിൻ്റെ ശക്തി എത്രയുണ്ട്? ദൈവത്തിൻ്റെ ശക്തി എത്രയുണ്ട്? ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ്. എന്നാൽ പിശാചിൻ്റെ ശക്തിയോ അനന്തമല്ല. അത്രയും മാത്രം ഇപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഈ മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്, പിശാചിനെ തകർക്കാനാണ് യേശു വന്നിരിക്കുന്നതെന്നും അതാണ് ആദ്യം ചെയ്തതും അതാണ് യേശുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പ്രധാന ഒരു കാര്യമെങ്കിൽ അത് കുരിശിലൂടെ, ഇന്നത്തെ നമ്മളുടെ അവസ്ഥയെ സംബന്ധിച്ച് കുരിശിലൂടെ യേശു പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിച്ചോ? അതോ ഇപ്പോഴും നമ്മൾ പിശാചിനെ പേടിച്ച് ജീവിക്കുകയാണോ? പറയും. ഇപ്പോൾ 2 ദിവസം മുമ്പ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. 20-ാം തീയതി. നമ്മളെല്ലാവരും അമ്പുമായിട്ട് വീട്ടിൽ പോകുന്നുണ്ട്. ആരെങ്കിലും ആ അമ്പൊന്ന് തുളച്ച് കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? എന്തിനാ അമ്പ് കൊണ്ട് പോകുന്നത്? ഞാൻ പ്രാർത്ഥിച്ച്, ദൈവമേ, ഈ അമ്പ് കൊണ്ടുപോകുന്ന വീടുകളിലെല്ലാം അവർ അമ്പെയ്യുന്നവരാകണമേ. നമ്മൾ എന്ത് ക്രിസ്ത്യാനിയാ? എന്ത് ചൈതന്യമാണ് നമുക്കുള്ളത്?
സെബസ്ത്യാനോസിനെ ഡബിൾ മാർട്ടിയർ എന്നാണ് പറയുന്നത്. ഡബിൾ മാർട്ടിയർ, അതാണ് പ്രേക്ഷിത ചൈതന്യം. നമ്മൾ സ്വർണത്തിൻ്റെ അമ്പും വീട്ടിൽ വെച്ച് പാട്ടും പാടി ചെണ്ടയും കൊട്ടി നമസ്തേ അടിച്ച് വിട്ടുകൊണ്ട് കാര്യമില്ല. പ്രേക്ഷിത ചൈതന്യമാണ്, ആത്മവീര്യമാണ്, ആത്മധൈര്യമാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആത്മധൈര്യം. നമുക്കൊരിക്കലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം PUC-യിലൊക്കെ കിട്ടുമായിരിക്കും, വേറെ എങ്ങും കിട്ടൂല. അല്ലെങ്കിൽ അതല്ല സുവിശേഷ വേല. ഈശോ തന്നെ ആദ്യം അപ്പസ്തോലന്മാരെ ഇത് കണ്ട് അയക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് അയച്ചത്? ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക്, കുഞ്ഞാടുകളെ പോലെ അയക്കണം. എന്തുകൊണ്ടാണ്? എന്താണ്? ചെന്നായിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞാടിനെ ചെന്നായി കടിച്ച് വിഴുങ്ങോ ഇല്ലയോ? വിഴുങ്ങോ? വിഴുങ്ങോ? ഇതൊന്നും വളർച്ചയുടെ ഉത്തരവല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഈശോ ചെന്നായിയുടെ അടുത്തേക്ക് കുഞ്ഞാടിനെ അയക്കണത്? വിളിച്ച് വിഴുങ്ങാൻ വേണ്ടിയാണോ? ഈ അപ്പസ്തോലന്മാരെല്ലാം അയച്ചിട്ട് അവരെ ചെന്നായി പിടിച്ച് വിഴുങ്ങാൻ വേണ്ടിയാണോ? ചെന്നായിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതാണ് എന്തു പറഞ്ഞു? സർപ്പത്തെ പോലെ വിവേകിയായി, പ്രാവിനെ പോലെ നിഷ്കളങ്കരായി. അപ്പം എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം എന്ന വലിയ വാസ്തവം എന്താണ്? എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആരാണ് കുഞ്ഞാടിനെ അയച്ചത്? കർത്താവ് ഈശോ മിശിഹ. ആ ഈശോ എവിടെ പോയി? ഈശോ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പോയി അവിടെ ചെന്നായിക്ക് അര കൊടുക്കാനാണോ പോയിരുന്നത്? അയച്ചവൻ എപ്പോഴും നമ്മുടെ കൂടെ. അതായത് ഈ ചെന്നായിയുടെ അകത്ത് ആരുണ്ട്? ചെന്നായിയുടെ അകത്ത് ബൈബിളിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചെന്നായിയുടെ അകത്ത് ആരുണ്ട്? ചെന്നായിയുടെ അകത്ത് ആരുണ്ട്? ചെന്നായിയുടെ അകത്ത്, കുഞ്ഞാടിൻ്റെ അകത്ത് ആരുണ്ട്? കുഞ്ഞാടിൻ്റെ അകത്ത് യേശുവുണ്ട്. യേശു എന്ന് പറഞ്ഞാൽ വേറൊരു ലാംഗ്വേജിലൊന്ന് പറഞ്ഞേ, യൂദായിലെ സിംഹം. കുഞ്ഞാടിൻ്റെ അകത്ത് ആരുണ്ട്? കുഞ്ഞാടിൻ്റെ അകത്ത് ആരുണ്ട്? ഉച്ചത്തിൽ പറഞ്ഞേ, കുഞ്ഞാടിൻ്റെ അകത്ത് ആരുണ്ട്? പക്ഷെ കണ്ടാൽ കുഞ്ഞാടാണ്. ഇവനെ നമുക്ക് കടിച്ച് തിന്നാന്ന് വിചാരിച്ച് ചെന്നായി വരുമ്പോൾ സാവധാനം ഈ കുഞ്ഞാടിൻ്റെ അകത്തെ സിംഹം പുറത്തു വരും. ഇതാണ് പ്രേക്ഷിത ചൈതന്യം. അപ്പൊ ഇങ്ങനെ ഈശോ സുവിശേഷ വേല ആരംഭിച്ചതെല്ലാം കല്ലേറുകളുടെ മധ്യത്തിലാണ്. പൗലോസ്ലീഹ എവിടെ സുവിശേഷം പറയണോ അവിടെ കല്ലേറുകൊണ്ട്. നമ്മൾ ഇപ്പം ഞാനൊക്കെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ 4 ആളൊന്ന് കയ്യടി കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെങ്ങനെയാണ്? അതല്ല സുവിശേഷം. പ്രേക്ഷിത ചൈതന്യം, പ്രേക്ഷിത ദൗത്യത്തിൽ എപ്പോഴും നമ്മൾ എതിർ ശക്തിയെ നേരിടുന്ന ഒരവസ്ഥയാണ്. ഇപ്പം നമ്മളെല്ലാവരും ടോം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലേ? പ്രാർത്ഥിച്ചിട്ട് വല്ലതും നടന്നു നടക്കണുണ്ടാവും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരിയല്ല നടക്കണേ. നമ്മൾ പ്രാർത്ഥിക്കണതൊക്കെ ടോമച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടോമച്ചനെ എങ്ങനെയെങ്കിലും വിട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോമച്ചനെ അടുത്തറിയാവുന്ന ആൾക്കാരെല്ലാം പറയണത് അതറിയാമോ? അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, ടോമച്ചൻ്റെ അനുജനും വീട്ടുകാരെല്ലാം പറഞ്ഞത്, പണ്ടേ ഞങ്ങൾ പറഞ്ഞതാണ് അവിടെ നിന്ന് പോരാൻ. ഈ പ്രശ്നം നമുക്ക് ഉണ്ടാകാൻ തുടങ്ങിയ കാലത്ത്, ഇതിപ്പോൾ ഇന്നുണ്ടായ പ്രശ്നമൊന്നുമല്ലല്ലോ, ഞങ്ങൾ അന്നേ പറയുന്നതാണ് ടോമച്ചൻ ഇങ്ങോട്ട് പോരെ. അച്ഛൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ഇവിടുന്ന് വരില്ല. എൻ്റെ വിളി ഒരു മിഷനറിയാണ്. ഞാൻ രക്തസാക്ഷിയാകാനുള്ളൊരു വിളിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, വരുവിൻ അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമസ് ലീഹായുടെ മകനാണ് ഞാൻ. ആ മകനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? പറയും. ഇത് പ്രേക്ഷിത ചൈതന്യമാണോ ഈ പ്രാർത്ഥന? പറയും. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഉള്ളിലുള്ള ഒരു ഉൾക്കാഴ്ച, കർത്താവേ, നമ്മുടെ ഒരു വീരപുരുഷനെ
ശത്രുപാളയത്തിൽ എത്തിച്ചിരിക്കുന്നു. ശത്രുപാളയത്തിൽ നമ്മുടെ ഒരാൾ, ശത്രുപാളയത്തിൽ നമ്മുടെ ഒരാൾ. ഹല്ലേലൂയ. ഇനി നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അവന്റെ ഉള്ളിലൂടെ കർത്താവിന്റെ ശക്തി അവിടെ ജ്വലിക്കുന്നതിനും അവിടെ ഒരു ബോംബ് പൊട്ടി ശത്രുപാളയം തകരണം. അതിനു വേണ്ട ഒരു സൂയിസൈഡൽ ബോംബാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ പ്രാർത്ഥിച്ചു നോക്കിയേ. എന്നായാലും ടോമച്ചൻ കുറച്ച് നാൾ കഴിഞ്ഞാൽ മരിക്കോ ഇല്ലയോ? നമ്മൾ മരിക്കോ? മരിക്കും. ഇത്ര പേർക്ക് ഈ മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കോൺട്രവേഴ്സിലാണ് പറയണത് അല്ലേ? നമ്മളെല്ലാവരും വേഗം മരിച്ച് സ്വർഗത്തിൽ പോകല്ലേ നല്ലത്. അപ്പോൾ പ്രേക്ഷിത ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്തിൽ എല്ലാം ഭംഗിയായിട്ട് പോപ്പ് പറയുന്ന മാതിരി ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്കണ ഒരവസ്ഥയല്ല കംഫർട്ട് സോൺ. ഞാനിതെല്ലാം പറയുന്നത് നിങ്ങൾ വളരെ വളർച്ചയിലായിരിക്കുന്ന ആൾക്കാരുടെ ഒരു മനോഭാവത്തിലാണ്. അതുകൊണ്ടൊരു സ്കാൻഡലാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് വീര്യമുള്ള പ്രേക്ഷിതരാകണമെങ്കിൽ ഈ ഇപ്പം നിലവിലുള്ള തത്വത്തിലൊന്നും പോയാൽ പോരാ. ഈശോ മിശിഹ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിട്ട് ജോർദാനിൽ നിന്നും ഗലീലയിലേക്ക് വന്നു. അവിടെ നടന്നത് കണ്ടില്ലേ? പിശാചിനെ പരാജയപ്പെടുത്തി അവസാനം പിശാച് അവനെ വിട്ട് പോയി. കണ്ടോ? പിശാച് അവനെ വിട്ട് പോയി. ഇതെല്ലാം ഈശോ കുരിശിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഒരു അഡ്വാൻസാണ്. പിശാച് അവനെ വിട്ടുപോയി. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? ലൂക്ക 4:14. ലൂക്ക 4:14 എന്താ? ലൂക്ക 4:14 പറയുന്നത്, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ ഒറ്റ വാക്കിൽ തന്നെ നമ്മൾ വലിയ കാര്യം മനസ്സിലാക്കണം. എന്തായിരിക്കാം അവൻ സിനഗോഗിൽ പഠിപ്പിച്ചത്? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തായിരിക്കാം അവൻ സിനഗോഗിൽ പഠിപ്പിച്ചത്? ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് അവൻ അവൻ്റെ സിനഗോഗിൽ പഠിപ്പിച്ചു. ഓക്കെ, നമ്മൾ ചോദ്യോത്തരത്തിന് സമയമില്ല. അതെ. അപ്പം എന്താണ് സിനഗോഗിൽ? എന്ത് പഠിപ്പിക്കുന്ന സ്ഥലമാണ് സിനഗോഗ്? സിനഗോഗ് എന്ത് പഠിപ്പിക്കുന്ന സ്ഥലം? അതാണ് മനസ്സിലാക്കേണ്ടത്. സിനഗോഗ് ആരുടെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്? ക്രിസ്ത്യാനികളുടെ സ്ഥലമാണോ അതോ യഹൂദരുടെ സ്ഥലമാണോ? യഹൂദർ പഠിപ്പിക്കുന്നത് എന്താ? യഹൂദരെന്താ പഠിപ്പിക്കുക? യഹൂദർ പഠിപ്പിക്കുന്നത് തോറ പഠിപ്പിക്കുന്നു. 10 കൽപ്പനകളും ആ 10 കൽപ്പനകളെ 613 കൽപ്പനകളാക്കി വികസിപ്പിക്കുകയും അതിനെ 1000-ലധികം ഉപകൽപ്പനകളാക്കി വിവരിക്കുകയും ചെയ്യുന്ന, എന്നിട്ട് അവർ ഓരോരുത്തരും പറയും, നിങ്ങൾ ഈ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. അതായത് നമ്മുടെ ലോ കോളേജ് മാതിരി തന്നെ 610 കൽപ്പനകളെ 613 അതിന് ശേഷമുള്ള കൽപ്പനകളാക്കി അതിന് ഉപകൽപ്പനകളും ആക്കിയിട്ട് പറഞ്ഞു, ഇത് ഓരോന്നും നിങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ. ഒരു ഉദാഹരണത്തിന് ശാബത്ത് ആചരിക്കണം. ശാബത്ത് ആചരിക്കുന്ന കൽപ്പനയ്ക്ക് 150-ലധികം ഉപകൽപ്പനകളുണ്ട്. ശാബത്ത് ദിവസം സ്വിച്ച് ഇടാൻ പാടില്ല, ശാബത്ത് ദിവസം ചൂലെടുക്കാൻ പാടില്ല, ശാബത്ത് ദിവസം കസേര എടുത്ത് മാറ്റാൻ പാടില്ല, ശാബത്ത് ദിവസം ചെരുപ്പിടാൻ പാടില്ല, ശാബത്ത് ദിവസം ഇതെല്ലാം ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ലംഘിച്ചാൽ, നിങ്ങൾക്കറിയോ മോശയുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ഒരുവൻ വിറകിറക്കാൻ ചെന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? വിറക് പറക്കി. ശാബത്ത് ദിവസം വിറക് പറക്കി. വിറക് പറക്കിയപ്പോൾ ഉടനെ 4 ആൾ കണ്ടു. ഉടനെ അയ്യോ, അവൻ ശാബത്ത് അശുദ്ധമാക്കിയിരിക്കുന്നു, പിടിക്കവനെ. പിടിച്ചു കൊണ്ടുവന്നു. ഇവിടെ പ്രധാന പുരോഹിതന്മാരെടുത്ത് കൊണ്ടുവന്നു. അയ്യോ, ശാബത്ത് ദിവസം വിറക് പറക്കും.
അയ്യോ തിരുമേനി, എനിക്ക് കഞ്ഞി കുടിക്കാനില്ലാഞ്ഞിട്ട് ഞാൻ വിശന്നിട്ട് പോയി ചെയ്തതാ. അതൊന്നും പറഞ്ഞ് ശരിയാവല്ലോ, ഇത് വലിയ തെറ്റാ നീ ചെയ്തു. സാബത്ത് ദിവസം വിറക് വിറക്കിയാൽ സാബത്ത് അശുദ്ധമായി. ഇതിന് എന്ത് ശിക്ഷയാണ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാൻ ഈ കീഴ്ക്കോടതി ഞങ്ങൾക്ക് അധികാരമില്ല. അതുകൊണ്ട് മോശയുടെയും അഹ്റോൻ്റെ അടുത്തേക്ക് കേസ് മാറ്റി. ഇതൊക്കെ അവരെ സിനഗോഗിൽ പഠിപ്പിക്കണതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആരെങ്കിലും പറയാമോ? എന്ത് ശിക്ഷ കൊടുത്തു? സംഖ്യയുടെ പുസ്തകം 15 പറഞ്ഞിരിക്കുന്നതാണ്. എടുക്കണ്ട. ആർക്കെങ്കിലും ഇപ്പം പെട്ടെന്ന് പറയാൻ അറിയാമോ? അറിയില്ല. നല്ല കാര്യം. അതൊക്കെ അറിയാതിരിക്കണം നല്ലത്. പ്രൈസ് ദ ലോർഡ്. മുഴുവനും അറിയണ്ട. ശാബത്ത് ദിവസം വിറക് പിറക്കിയതിൻ്റെ പേരിൽ അവനെ കല്ലെറിഞ്ഞ് കൊന്നു. അപ്പോൾ ലോ കോളേജിൽ പഠിപ്പിക്കണമാതിരി ഇന്ന നിയമം ഇന്ന ആള് ലംഘിച്ചത് കൊണ്ട് ആ കേസിൽ ഇന്ന വിധി ഉണ്ടായി ഇല്ലേ? അതുപോലെ നിങ്ങൾ ശാബത്ത് ലംഘിച്ചാൽ ഇന്നമാതിരി വിധി ഉണ്ടാവും, ഇന്നമാതിരി നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ഇതാണ് സിനഗോഗിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈശോ അവിടെ ഉണ്ട് കേട്ടോ. ഈശോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ റബ്ബായുടെ ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇരിക്കുന്ന ആളുകളുടെ വികാരം എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തായിരിക്കും വികാരം? എന്താണ് ആ വികാരം അവർക്കുള്ളത്? ഈ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും അതും അനുസരിച്ചില്ലെങ്കിലുള്ള ശിക്ഷകളും അതനുസരിക്കാൻ അവർ പരിശ്രമിക്കുന്ന ഭാരവും, അതാണ് അവിടെ പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരും. നിങ്ങൾക്കറിയോ, ഞാൻ 25 വർഷമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവരാണ്. എന്നാൽ കഴിഞ്ഞ 20 വർഷം ഞാൻ പ്രഘോഷിച്ചിരുന്നത് ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ കല്ലുമടയിലും ജോലി ചെയ്യുന്നവരും വീട്ടിൽ കഷ്ടപ്പെടുന്നവരും ഡ്രൈവർമാരും അത് അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ ഭാരമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. നോക്ക്, കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഈ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതല്ല ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ 613 അതിൻ്റെ ഉപനിയമങ്ങളായ ആയിരക്കണക്കിന് നിയമങ്ങളും പാലിക്കാൻ അധ്വാനിക്കുന്നവരെ, അത് പാലിക്കാൻ പറ്റാണ്ടാകുമ്പോൾ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് ആ ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശയ്യായിൽ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? ഇപ്പം ഈശോ പറയാം, ഈശോ പ്രഘോഷിക്കുക, നിങ്ങളുടെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാനതെല്ലാം പൂവെള്ള പോലെയാക്കും. അപ്പം അവരങ്ങോട്ട് നോക്കാതെ, ഇവിടെ ഇതിപ്പോൾ മറ്റേ ആൾ പറഞ്ഞത് മാതിരി അല്ലല്ലോ. എന്നിട്ട് ഈശോ വീണ്ടും പറയാം, നിങ്ങൾ കേട്ടില്ലേ? ഇപ്പം അയാൾ പറഞ്ഞു പോയതാണ്. നിങ്ങൾ കേട്ടില്ലേ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. ഈ പറഞ്ഞതിനെല്ലാം എതിരാണ് ഈശോ അവിടെ പഠിപ്പിച്ചത്. ഇത് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒറ്റ വാക്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവനവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിപ്ലവമാണ്. ഇപ്പോൾ പറയാണ് തോമസ് പോള് അല്ലെങ്കിൽ ആരെങ്കിലും പറയാണ് തോമസ് പോള് ഈ എന്തെന്നാ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലം മോസ്കിൽ പോയി പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? എന്ത് പഠിപ്പിച്ചു? അല്ലെങ്കിൽ തോമസ് പോള് ജൂതന്മാരുടെ സിനഗോഗിൽ പോയി പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിക്കുക? എന്ന മാതിരിയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നിങ്ങളോട് പറയാണ്, നിങ്ങൾ ആ സിനഗോഗിൽ പഠിപ്പിക്കാമെന്നോ, നിങ്ങൾ എന്ത് പഠിപ്പിക്കും പറയും. ഇവിടെയാണ് പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തെ കാണേണ്ടത്. പൗലോസ് ഇതുപോലെ തന്നെ യൂതന്മാരുടെ സിനഗോഗിലും അവർ സമ്മേളിക്കുന്ന സ്ഥലത്തും പോയിട്ട് എന്താ പറഞ്ഞത്? പൗലോസ് പറഞ്ഞത്, ഞാനും നിങ്ങളെപ്പോലെ ഒരു ഫരിസേയനും നിയമജ്ഞനുമായിരുന്നു. ഈ നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതിൽ കടുപ്പിടുത്തം പിടിച്ചിരുന്ന ഞാൻ ഇപ്പോൾ മനസ്സിലായി, അതല്ല ദൈവനീതി എന്നും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നതിൽ യേശു രക്ഷിച്ചാൽ മാത്രമേ, അതൊക്കെ നമുക്കറിയാം.
അപ്പോൾ ഇത് ഒരാശയപരമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. ഇതിപ്പോൾ ഈ വചനം പറഞ്ഞതുകൊണ്ടാണ് അവൻ ആത്മാവിൽ നിറഞ്ഞു പഠിപ്പിച്ചത്. ഈ പഴയ നിയമത്തിൽ മോശ പഠിപ്പിച്ചതോ ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിച്ചതോ അല്ല. ദൈവം കരുണയാണ്, കരുണ മാത്രമാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്, നിങ്ങളുടെ ശിക്ഷയും ഏറ്റെടുക്കാനാണ്, അതിൻ്റെ ശാപവും ഏറ്റെടുക്കാനാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞു എന്നറിയാമോ? എന്ത് പറഞ്ഞു? ഇതൊരു സദ്വാർത്തയാണല്ലോ, ഇതൊരു പുതിയ ഇല്ലേ, ഇതൊരു പുതിയ ന്യൂസ് ആണല്ലോ, ദിസ് ഈസ് എ ഗുഡ് ന്യൂസ്. അങ്ങനെയാണ് ഗുഡ് ന്യൂസ് എന്ന വാക്കുണ്ടായത്, അങ്ങനെയാണ് സദ്വാർത്ത എന്ന വാക്കുണ്ടായത്. അതാണ് യഥാർത്ഥ സുവിശേഷം. അതാണ് ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ് ഈ കരുണയുടെ വർഷത്തിൽ മുഴുവനും പറഞ്ഞിട്ടും നമുക്ക് മനസ്സിലാകാതിരിക്കണ ഒരു കാര്യം. നമുക്കിപ്പോഴും മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ വീട്ടിൽ ഒരു മകനുണ്ട്, അവനോട് തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കണം, ഇല്ലേ? അതാണ് നമുക്ക് മനസ്സിലാവണ ഭാഷ. തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കണം. എന്നാൽ അതല്ല പ്രേക്ഷിത ചൈതന്യം. ഇപ്പം നമ്മുടെ മകൻ, നിങ്ങളുടെ മകൻ പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു. അവൻ വലിയ തെറ്റാ ചെയ്തത്. ഇപ്പം അമ്മമാരില്ലേ, എന്താ അമ്മ ആഗ്രഹിക്കണം? ഇപ്പോൾ അവൻ തെറ്റാണ് ചെയ്തത്, അവനെന്ത് ചെയ്യണം? ശിക്ഷിക്കണം, അല്ലേ? ശിക്ഷിക്കണം. അപ്പം എന്താ പെട്ടെന്ന് താൻ മാറിയതിപ്പം? കേട്ടോ, ഇതാണ് സുവിശേഷത്തിലേക്ക് സിനഗോഗ് അവൻ എന്ത് ചെയ്യണം? അവൻ തെറ്റാണ് ചെയ്തത്, അതുകൊണ്ട് അവന് ശിക്ഷ കിട്ടണോ വേണ്ടയോ? അമ്മ എന്താ പറയണേ? അമ്മ അവിടെ അവന് അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോഴേ തന്നെ അമ്മയ്ക്ക് ബോധമില്ലാണ്ടായിട്ടുണ്ടാവും. അമ്മ നെഞ്ചത്തടിച്ച്, എൻ്റെ ഭാര്യയാണെങ്കിൽ അവിടെ അവരെ എണിപ്പിക്കാൻ വേറെ വെള്ളം ഡോക്ടറെ കൊണ്ടുവരണം. എൻ്റെ മോനെ പോലീസ് പിടിച്ചേ, നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി അവരൊന്ന് ജയിലിൽ നിന്ന് എടുത്തുകൊണ്ട് വാ. അപ്പം അപ്പന്മാർ കുറച്ചും കൂടി, നീ എന്തിട്ടാ പറയണേ? അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യരുത്, അവിടെ കിടക്കട്ടെ 2 ദിവസം. അയ്യോ, നിങ്ങളൊന്ന് വേഗം ചെന്ന് പോലീസ് സ്റ്റേഷനിൽ. എന്നാൽ ചെല്ലാം. തള്ളി വിട്ടു. പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നു പോലീസുകാർ പറയാണ് ഭയങ്കര വലിയ തെറ്റാണ് ചെയ്തത്. അപ്പോൾ നമ്മളെന്ത് പറയും? അതൊക്കെ ശരിയാണ് സാറേ, പക്ഷേ എൻ്റെ മോനാണ് അവൻ പറയും. അപ്പനെന്ത് പറയും? ഇപ്പോൾ എന്ത് പറയും? അവന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നാൽ ശരി, എന്നാലേ 1,00,000 രൂപ അടയ്ക്കണം. 1,00,000 രൂപയെ ഞങ്ങളുടെ അടുത്ത് അത് പോയിട്ട് 10,000 രൂപ പോലും ഇല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന ക്രിമിനൽ കുറ്റം ചെയ്യുന്നവർക്ക് 1,00,000 രൂപ എന്തടയ്ക്കണം? ഒരു വാക്കുണ്ട് അതിന് ബൈബിളിൽ, അതൊന്ന് പറയാമോ? പിഴ അടയ്ക്കണമെന്നല്ല ബൈബിൾ പറയണേ, മോചനദ്രവ്യം. ഒന്നെല്ലാവരും പറഞ്ഞേ. അപ്പൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, സംഭവം അവനെ ഇറക്കിക്കൊണ്ടുവരാം, 1,00,000 രൂപ മോചനം ദ്രവ്യം അടയ്ക്കണം. എൻ്റെ അടുത്ത് കാശൊന്നുമില്ല. ഒരു പണി, എൻ്റെ ഈ കമ്മലും താലിമാലയും വളയും എല്ലാം വിറ്റ് എന്തായാലും എൻ്റെ മോനെ രക്ഷിക്കും. ചെയ്യോ ഇല്ലയോ? ഇതെല്ലാം എടുത്തു കൊടുത്തു, അവിടെ കൊണ്ടുപോയി അടച്ചു. അതാണ് മോചനദ്രവ്യം. അവനെ അവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവൻ അപ്പനെ അമ്മേനെ കെട്ടിപ്പിടിച്ചോണ്ട്, എൻ്റെ അപ്പച്ചോ, ഇനിമേലിൽ ഞാനിങ്ങനെ ചെയ്യില്ല അപ്പച്ചോ. ഇതാണ് കർത്താവ് ഈശോ മിശിഹ, പിതാവായ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാ പറയണേ? ഇതാണ് ഈശോ പറഞ്ഞ സുവിശേഷത്തിന്. ഞാൻ വേറൊരു ഭാഷയിൽ പറഞ്ഞതാണ്. 4:18 വായിച്ച്. ലൂക്ക 4:18 എന്താ പറയുന്നത്? കർത്താവിൻ്റെ ആത്മാവ്
എൻ്റെ മേലുണ്ട്. എന്തിനാണ് എൻ്റെ മേലുള്ളത്? കർത്താവിൻ്റെ ആത്മാവ്. കണ്ടോ, ഈ കർത്താവിൻ്റെ ആത്മാവാണ് ഈ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ ആത്മാവ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഒരുവന്റെ ആത്മാവ് ഏറ്റവും വലിയ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാകാം. ഇപ്പോ എങ്ങനൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പൊ ഒരാള് വിശുദ്ധനായിട്ട് ജീവിക്കുന്നു, അയാൾ ഈ ലെവലിലാണ്. വേറൊരാള് പാപത്തിൻ്റെ കുഴിയിലാണ്. ഇതിനകത്തുനിന്ന് ആരെ പൊക്കിയെടുക്കണതിനാണ് കൂടുതൽ ശക്തി ആവശ്യമുള്ളത്? ആരെ പൊക്കിയെടുക്കണതിനാണ് കൂടുതൽ ശക്തി ആവശ്യമുള്ളത്? ഈ മുകളിലിരിക്കുന്ന ആള് സുഖമായിട്ട് വിശുദ്ധനായിട്ടിരിക്കുന്ന ആളെ സ്വർഗത്തിലേക്ക് കയറ്റാൻ വല്ല പ്രധാന ശക്തിയുടെ ആവശ്യമുണ്ടോ? പക്ഷെ പാപക്കുഴിയിൽ വസിക്കുന്ന ഒരാള്, അവിടെ നിന്ന് വിമോചനത്തിന് അവന് സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരാളെ അവനെ രക്ഷിക്കുന്നതിലല്ലേ പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ ശക്തി വേണ്ടത്. അതാണ് പ്രേക്ഷിത ചൈതന്യത്തിൽ ആവശ്യമുള്ള ശക്തി. വിശുദ്ധനായിട്ട് ജീവിക്കുന്ന ആൾക്ക് അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞെല്ലാവരും നീതിമാന്മാരെ തേടിയല്ല, ഞാൻ വന്നിരിക്കുന്നത് ആരെ തേടിയാണ്? പാപികളെ തേടിയാണ്. എന്തുകൊണ്ടാണത്? പാപികളെ പൊക്കിയെടുക്കാനാണ് അവർക്ക് സാധ്യമല്ലാത്തത്. അതുകൊണ്ട് അവരെ ഞാൻ പരിശുദ്ധാത്മാവിലൂടെ സഹായിക്കണം. മറിച്ച് പാപമൊന്നുമില്ലാണ്ട് വിശുദ്ധനായിട്ട് ജീവിക്കുന്ന ആള് വിശുദ്ധ പദവിയിലേക്ക് നയിക്കാനായിട്ട് വലിയ പ്രത്യേകിച്ച് ശക്തിയിലൊന്നും ആവശ്യമില്ല. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ അന്തസത്ത. അതാണ് ഈശോ ഇവിടെ പറയുന്നത്. അവൻ ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞിട്ട് ഗലീലയിലേക്ക് പോയി. കണ്ടോ, എന്താണ് ആ ശക്തിയിൽ? എന്നിട്ട് അവിടെ പറയാണ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കണ്ടോ, പ്രേക്ഷിതത്വമാണത്, ക്ലിയർ. എന്നാൽ ആ പ്രേക്ഷിതത്വത്തിന്റെ ഉള്ളെന്താണ്? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ വഴിയിലുള്ള ദരിദ്രന്മാരെയൊക്കെ കൊണ്ടുവന്ന് സുഖമായിട്ട് വലിയ കൊട്ടാരമാരിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാരുണ്യ പ്രവൃത്തി അല്ലാതെ ആയിരിക്കാം, ചെയ്തോളൂ. പക്ഷേ അത് പോരാ. ഇപ്പോൾ ഒരുപാട് മദർ തെരേസയുടെ കോൺവെന്റിൽ പോലും കുറേ ബിഷപ്പ്ക്കാരെ കിട്ടുന്നവരെയൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. വളരെ നല്ല കാര്യം. അവർ 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് ഈ നല്ല ജീവിത അന്തരീക്ഷവും നല്ല ഇറച്ചിക്കറി ഇതൊക്കെ അവർക്ക് കിട്ടിയിട്ടും അവർക്ക് വീണ്ടും അവിടെ പോകണമെന്ന് ആഗ്രഹം. എന്തുകൊണ്ടാണ്? ആ കർത്താവിൻ്റെ ആത്മാവ് അവരെ കൊടുത്തു. ഇത് മദർ തന്നെ പറയാറുള്ളതാണ്. ഇപ്പോൾ ഞാനൊരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഒരു മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ധ്യാനിപ്പിക്കാൻ ചെന്നതാണ്. അവിടെ സൂപ്പ് കിച്ചണുണ്ട്, ഷെൽട്ടറും ഉണ്ട്. എന്ന് പറഞ്ഞാൽ സൂപ്പ് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാം, കിടപ്പാനില്ലാത്തവർക്ക് കിടപ്പാൻ ചെയ്യാം. ഇവർ രാവിലെ വന്ന് സൂപ്പ് കുടിച്ച് വൈകുന്നേരം വന്ന് ഇവിടെ കിടക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ തന്നെ പറയണം, അതെ ഞങ്ങളുടെ പണി ഇങ്ങനെ നിനക്ക് സൂപ്പും തന്ന് സുഖമായിട്ട് കിടപ്പിക്കാനല്ല, ഞങ്ങളോട് അമ്മ പറഞ്ഞേക്കണത് ക്രിസ്തുവിനെയും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. എന്ത് കൊടുക്കണം? ക്രിസ്തുവിനെ കൊടുക്കുക. അപ്പൊ സുവിശേഷം കാരുണ്യപ്രവൃത്തികൾ വേണം. പക്ഷേ ഈ കാരുണ്യപ്രവൃത്തിയുടെ അന്തസത്ത എന്താണ്? അവന്റെ ആത്മാവിന്റെ ദാരിദ്ര്യത്തിലേക്ക് ക്രിസ്തുവിനെ നൽകുന്നുണ്ടോ? അതും നൽകണം. അതിന് വഴി കാണണം. അല്ലെങ്കിൽ അവർ ദാരിദ്ര്യമൊക്കെ മാറി സുഖമായിട്ട് അവിടെ സൗകര്യമായിട്ട് കിടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവിടേക്ക് പോകും അവർ. അപ്പം ദരിദ്രരായിട്ട് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ യഥാർത്ഥ രഹസ്യം എന്താണ്? പ്രേക്ഷിതത്വം യേശുവിനെ കൊടുക്കുക. എക്കോണമി ഓഫ് സാൽവേഷൻ എന്നാണ് പറയുന്നത്. ഈ 1-2 കൂടി പറഞ്ഞു തീർത്തോട്ടെ. അടുത്തത് പറയാണ്, എൻ്റെ മുമ്പിലിരിക്കുകയാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്ത് പ്രയോജനം? കണ്ടോ, ഒരുത്തിന് ദരിദ്രന് ലോകം മുഴുവനും കൊടുത്തോ, എന്ത് പ്രയോജനം? അവൻ എന്തുകൂടി കൊടുക്കണം? അവന് ക്രിസ്തുവിനെ കൊടുക്കണം. കേട്ടോ, ഇവിടെ
എന്താ പറയുന്നത്? പിന്നെ എന്ത് പറഞ്ഞു? നോ 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 പേജ് മാറിപ്പോയില്ല. കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച. ഇതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ കണ്ണില്ലാത്തവരുടെ അടുത്തൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ച് കാഴ്ച കൊടുക്കാനാണോ ഇതിൻ്റെ അർത്ഥം? അന്ധർ എന്ന് ഇവിടെ പറയുന്നവർ അധികവും ഫരിസേയരും നിയമജ്ഞരും. ഈ പുതിയ നിയമം വന്നിട്ടും, ഈ കർത്താവായ യേശുക്രിസ്തു വന്നിട്ടും ഇപ്പോഴും ആ പുതിയ നീതിയുടെ കരുണയെ കാണാതെ അവരുടെ കർക്കശ അവസ്ഥയിൽ ഇരിക്കുന്നതിനാണ് അന്ധത എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, 10 നാണയം കിട്ടിയവൻ ഒരുവൻ 1 നാണയം കിട്ടി അത് 10 ആക്കി ഇല്ലേ? ആ ഉപമ അറിയാം, ഞാൻ പെട്ടെന്ന് പറയാം. അതിൻ്റെ അടുത്ത് എന്താണ്? ഒരുവൻ അത് കൊണ്ടുപോയിട്ട് 5 ആക്കി ഇല്ലേ? മൂന്നാമത്തെ ആൾ എന്ത് പറഞ്ഞു? മൂന്നാമത്തെ ആൾ ആ 1 നാണയം എടുത്തുകൊണ്ട് വന്നു പറഞ്ഞു, അതെ അങ്ങയെ എനിക്ക് അറിയാമായിരുന്നു. എന്താ അറിയാമായിരുന്നത്? അങ്ങ് ഒരു കർക്കശക്കാരനാണെന്നും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനാണെന്നും വെക്കാത്തിടത്ത് എടുക്കുന്നവനുമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ നാണയം തുവാലയിൽ പൊഴിഞ്ഞ് കുഴിച്ചിട്ടു, അത് ദേ പുറത്തെടുത്തു. ഇന്ന് അങ്ങ് തന്ന ഒരു നാണയം. അപ്പം എന്താണ് ഈ ഉപമയുടെ അർത്ഥം? ഈ ഉപമയുടെ അർത്ഥം നമ്മൾ കുറേ താലന്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആ 10 താലന്ത് ഉണ്ടാക്കിയതോ 5 താലന്ത് ഉണ്ടാക്കിയതോ ഒന്നും അല്ല ഈ ഉപമയുടെ സാരാംശം. ഉപമയുടെ സാരാംശം ഈ മൂന്നാമത്തവൻ്റെ മനോഭാവമാണ്. എന്താണ് മൂന്നാമത്തവൻ്റെ മനോഭാവം? അവന് ഈ മുതലാളിയെക്കുറിച്ച്, അവൻ്റെ യജമാനനെക്കുറിച്ച് യഥാർത്ഥ അറിവില്ലായിരുന്നു. എന്താണ് അവനുണ്ടായ അറിവ്? അങ്ങ് ഒരു കർക്കശക്കാരനാണ്. സ്നേഹമുള്ളവരെ, ഞാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ പച്ചനെ തുറന്ന് പറയാൻ എല്ലാ കാര്യങ്ങളും. കയ്യടി കിട്ടാനല്ല ഞാൻ വന്നേക്കണത്, കല്ലേറ് കൊള്ളാനാണ്. അതാണ് യഥാർത്ഥ സുവിശേഷം. കേട്ടോ, കയ്യടി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ പ്രേക്ഷിത ചൈതന്യം ജ്വലിക്കണമെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ കർത്താവ് ഈശോ മിശിഹായുടെ ഈ രഹസ്യം നമ്മൾ അറിയണം. എന്താണ് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞ രഹസ്യം? ഒരു കർക്കശക്കാരനല്ല ദൈവം. ദൈവം ആരല്ല? കർക്കശക്കാരനല്ല. അപ്പോൾ നിങ്ങൾ സുവിശേഷം പ്രേക്ഷിത ചൈതന്യം പ്രസരിക്കണമെങ്കിൽ ഈ ആദ്യത്തെ ആൾ എന്ത് ചെയ്തു? അവൻ 1 10 ആക്കി. എന്തുകൊണ്ട്? അവൻ്റെ മനോഭാവമാണ്, അവൻ്റെ മനോഭാവം. അപ്പോൾ പഴയ നിയമത്തിലെ മോശയുടെ നിയമത്തെ ആ കർക്കശത ഉണ്ടാകാൻ വേണ്ടിയല്ല മോശ നിയമം തന്നത്. ആ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുള്ളതാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ. ഈ സ്നേഹിച്ചാൽ മതി. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരാത്മാവാണ് ഈ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ ആത്മാവ്. എന്തിൻ്റെ ആത്മാവ്? സ്നേഹത്തിൻ്റെ. നമുക്കറിയാം, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. നമ്മളുടെ മധ്യത്തിൽ ഒരുപാട് ശുശ്രൂഷകളുണ്ട്. പല ശുശ്രൂഷകളും ഒരുപക്ഷെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചൈതന്യം വേണം? പരിശുദ്ധാത്മാവ് ഈ കരുണയുടെയും നീതി എന്ന് പറയുന്നത്, യേശുവിൻ്റെ നീതി എന്ന് പറയുന്നത് ആണ് സുവിശേഷത്തിൻ്റെ മർമ്മം. യേശുവിൻ്റെ നീതി നമ്മൾ ഉദ്ദേശിക്കുന്ന നീതിമാതിരിയല്ല. യേശുവിൻ്റെ നീതി കാണാതെ പോയ ആടിൻ്റെ പുറകെ പോയിട്ട് അവനെ കണ്ടുകിട്ടിയപ്പോൾ അവനെ തോളിലേറ്റി കൊണ്ടുവരുന്ന നീതിയാണ്. എന്നാൽ ഫരിസേയ നീതി എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുന്ന ഒരുവനെ കണ്ടുപിടിച്ചാൽ അവനെ കല്ലെറിയുന്ന നീതിയാണ് ഫരിസേയ നീതി. അപ്പം ഇതാണ് അവൻ സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ സിനഗോഗിൽ പഠിപ്പിച്ചത് അവരുടെ നിയമമല്ല, ഒരു പുതിയ നിയമമാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പഴയ നിയമം തന്നെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ 10 കൽപ്പനകളും ആ 10 കൽപ്പനകളുടെ ഉപകൽപ്പനകളും
അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താ സുവിശേഷം? ഈ 10 കൽപ്പനകളെ നമ്മൾ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇത് നീ അക്ഷരം പ്രതി പാലിച്ചാൽ നീ രക്ഷിക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പിന്നെ യേശുക്രിസ്തുവിൻ്റെ ആവശ്യം എന്താ? ഈ 10 കൽപ്പനകളും മുറുക്കെ പിടിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാണോ യഹൂദരാണോ? നമ്മൾ യഹൂദര് മാത്രമല്ലേ ആവുന്നുള്ളൂ. ഇതിൻ്റെ ഉത്തരം ഇനി അച്ഛൻ പിന്നെ തന്നോളൂ കേട്ടോ. കാരണം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എന്നെ വീണ്ടും വിളിച്ചോ. സംശയം ഉണ്ടാവണം. ഇന്ന് നമ്മൾ അധികവും പറയുന്നത് ഈ പഴയ നിയമവും പഴയ നിയമത്തിലെ കൽപ്പനകളും മര്യാദയ്ക്ക് പാലിക്കുകയാണെങ്കിൽ നീ സ്വർഗത്തിൽ പോകുന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു നമുക്ക് വേണ്ടി? എന്താണ് പ്രേക്ഷിത ദൗത്യം? പ്രേക്ഷിത ചൈതന്യം കർത്താവായ യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഇതാ വരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രമാദമായ ഏറ്റവും നല്ല കുറേ ടീച്ചിങ്സ് ആണ് ജോൺ പോൾ രണ്ടാമൻ. ഈ 2 പുസ്തകം ഞാൻ കാണിച്ചു തരാം. ഈ പുസ്തകം ഹോളി സ്പിരിറ്റ് ഇൻ ദ ടീച്ചിങ് ഓഫ് ജോൺ പോൾ II. ഇത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇത് പ്രിൻ്റ് ഇല്ല. ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. പക്ഷേ ഇതെല്ലാം ഇൻ്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം ഡൊമിനം വിവിഫിക്കാത്തം എന്ന ചാക്രിക ലേഖനമാണ്. അതാണ് കർത്താവും ജീവദാതാവും എന്ന ചാക്രിക ലേഖനം. അതിൽ ജോൺ പോൾ രണ്ടാമൻ പറയുന്നത് ഇതാണ്: സഭ പരിശുദ്ധാത്മാവിനെ പ്രഘോഷിക്കണം. ഇതുണ്ടോ? അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ഇതാണ്: ക്രിസ്തുവിന് ശേഷമുള്ള 2ാം സഹസ്രാബ്ദത്തിൻ്റെ അന്ത്യത്തെ മനുഷ്യ കുടുംബത്തോടൊപ്പം സമീപിക്കുന്ന സഭ പരിശുദ്ധാത്മാവിനെ പ്രഘോഷിക്കുക എന്ന ദൗത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഡൊമിനം വിഫിക്കാന്തത്തിൻ്റെ ആമുഖം. പരിശുദ്ധാത്മാവിനെ പ്രഘോഷിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ, എനിക്ക് അച്ഛനിത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പരിശുദ്ധാത്മാവാണ് ഈ ചാലക ശക്തി. സഭ മുഴുവൻ്റെയും ചാലക ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ എന്ത് പറഞ്ഞു, പഴയ നിയമത്തിൽ എന്ത് പറഞ്ഞു? എന്താണ് പഴയ നിയമത്തിലെ പ്രവർത്തനവും പുതിയ നിയമത്തിലെ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസം? വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ ആമുഖത്തിൻ്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള അങ്ങേയറ്റം സമ്പന്നമായ സിദ്ധാന്തത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ താഴെ പറയുന്ന പരിചിന്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയും പറയാണ്, ഇന്നും സ്വതന്ത്രമായ വാദപ്രതിവാദത്തിന് വിഷയമാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചോട്ടോ, എന്താ ഉദ്ദേശിക്കുന്നത്? ലോകം മുഴുവൻ്റെയും രക്ഷയുടെ ഉറവിടമായ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ച ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്നതിന് സഭ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിക്കപ്പെടുന്നു. എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്? ലോകം മുഴുവൻ്റെയും രക്ഷയുടെ ഉറവിടമായ ക്രിസ്തുവിനെ, ഈ രക്ഷയുടെ ഉറവിടമായ ക്രിസ്തുവിനെ, ആരുടെ മുഴുവൻ്റെയും? ലോകം മുഴുവൻ. ആ ക്രിസ്തുവിനെ അറിയുന്നതിലൂടെയാണ് നമ്മൾ പ്രേക്ഷിതരാകുന്നുള്ളൂ, നമ്മൾ ഈ പ്രേക്ഷിത ചൈതന്യം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ. എല്ലാവർക്കും അറിയാം ബൈഹാർട്ടിലെ. ബാക്കിയുള്ളതെല്ലാം ഉച്ഛിഷ്ടം. എന്താണ് ഈ ബാക്കിയുള്ളതെന്ന് പറയണത്? എന്താ ബാക്കിയുള്ളത്? ആ ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഈ ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിച്ചിരുന്ന ശിക്ഷയുടെ, ഫരിസേയരുടെ നീതി, അതാണ്. അത് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്നു. ഇന്നത്തെ ഞാൻ ഏത് കുർബാനയാണ്? ഇത് ലത്തീൻ കുർബാനയായിരുന്നു. അതിനകത്ത് ഇന്ന് എന്തായിരുന്നു? ഈശോയെ വിമർശിക്കുന്നതല്ലേ? എന്താ? അവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെന്ന് ആര് പറഞ്ഞു?
ഫരിസേയർ നിയമജ്ഞൻ. അതാണ് ഫരിസേയർ നിയമജ്ഞൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ പ്രഘോഷണ ശൈലി ആണ് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്ന ആ പ്രേഷിത ചൈതന്യം. അതാണ് ഒരു ക്രിസ്ത്യാനിയായ നമ്മൾക്ക് ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നൽകിയിരിക്കുന്നതും. അതായിരിക്കണം നമ്മുടെ അജണ്ട. നമ്മൾ എന്തെല്ലാം വീര്യം ഉണ്ടായാലും അന്ധരെ വഴി നടത്തുമ്പോൾ ഇരുവരും കുഴിയിൽ വീഴും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഫരിസേയരും നിയമജ്ഞരും യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന ഈ സുവിശേഷത്തെ, ആ കരുണയെ അറിയാത്ത തരത്തിൽ അവർ ആത്മീയമായി അന്ധരാണ്. ആ അന്ധത മാറിയാൽ മാത്രമേ സുവിശേഷം പ്രസരിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസിനെ എല്ലാവർക്കും, ഏത് മതക്കാർക്കും പോപ്പ് ഫ്രാൻസിസിനെ ഇഷ്ടമാണ്? എന്തുകൊണ്ട് ഇഷ്ടമാണ്? അദ്ദേഹം കരുണയാണ് പറയുന്നത് പോലെ. മത്തായിയുടെ വീട്ടിൽ യേശു കടന്നു ചെന്നു. ഫരിസേയരും നിയമജ്ഞർക്കും മത്തായി ഒന്നിനും കൊള്ളരുതാത്തവനായി. അവൻ്റെ വീട്ടിൽ പോലും കയറാൻ പാടില്ല. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ഈശോ എന്ത് ചെയ്തു? ഈശോ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ പാപത്തിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുത്തോ? നീ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട് പറഞ്ഞോ? പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഗോഡ്സ് നെയിം ഈസ് മേഴ്സി എന്ന് പറഞ്ഞ്. അതിലെഴുതിയിരിക്കുകയാണ് അദ്ദേഹം, അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തെ കോട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്: ഈശോ ഈ മത്തായിയുടെ പഴയ കാര്യങ്ങൾ ഒന്നും നോക്കില്ല. പിന്നെ എന്ത് ചെയ്തു? അവനെ ആരായിട്ട്, അവനെ എന്താക്കി? അവൻ ആരായി? ഈശോ അവനിൽ ആരെ കണ്ടു? ഈശോ അവനിൽ എന്ത് കണ്ടു? ഈശോ അവനിൽ ഒരു അപ്പസ്തോലനെ കണ്ടു. നമ്മൾ നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ ആരെങ്കിലും പുതിയതായിട്ടൊരാൾ വരാണെങ്കിൽ എന്തു ചെയ്യും? അവൻ്റെ സകല ഹിസ്റ്ററികളും നോക്കി ഇവിടെ ചേർക്കാൻ കൊള്ളുന്നവനാണോ എന്ന് നോക്കിയിട്ടല്ലാണ്ട് നമ്മൾ ചേർക്കുമോ എന്ന് പറഞ്ഞു. മഠത്തിൽ കന്യാസ്ത്രീ ആകാൻ പറഞ്ഞ ഒരാളാണെങ്കിൽ എന്തു ചെയ്യും? ഹിസ്റ്ററി നോക്കിയിട്ട് നല്ല ആളാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ പറഞ്ഞു. അച്ഛനാകാൻ പറഞ്ഞ ആളാണെങ്കിൽ എന്ത് ചെയ്യും? പറയും. അപ്പോൾ എവിടെയാണ് നമ്മൾ? ഇതാണോ പ്രേക്ഷിത ചൈതന്യം? ഈശോ എത്ര ആളുടെ ഹിസ്റ്ററി നോക്കി? പറയും. ഒരാളുടെ ഹിസ്റ്ററി മുഴുവൻ അറിയാമായിരുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്നു, സമരിയക്കാരുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞു, എനിക്കറിയാം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല. അതറിഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നേക്കണേ. നിന്നെ ഞാൻ ആദ്യത്തെ കന്യാസ്ത്രീയാക്കാൻ വന്നേക്കാം. ആയോ ഇല്ലയോ? ആയോ ഇല്ലയോ? എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് അവൾക്ക്? അവളോടാണ് ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അതിൻ്റെ തലേ ദിവസം നിക്കോദോമസിൻ്റെ അടുത്ത് പാട്ട് പാടിയിട്ട് അയാൾക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ്? അയാളുടെ അകത്ത് മുഴുവനും നിയമമാണ്. അയാൾ നിയമം പാലിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈശോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മെത്രാന്മാർ വരും, അല്ലെങ്കിൽ വൈദിക ശ്രേഷ്ഠർ. അപ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച സൂസേപ്പാക്യം പിതാവ് വന്ന് പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത്. അവർ 613 നിയമം ഉണ്ടാക്കി, അതിന് 1000 ഉപനിയമം ഉണ്ടാക്കി. ഇതൊക്കെ പാലിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് കർത്താവ് ഈശോ മിശിഹ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഇങ്ങനെയല്ലേ സൂസേപ്പാക്യം പറയാറുള്ളത് അല്ലേ? നിങ്ങൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അല്ലടാ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്? നിങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കാം. അപ്പോൾ ഇത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷേ പരിശുദ്ധാത്മാവ്